ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ സോഷ്യലിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററാണ് വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിന്ന് എടുക്കുന്നത്. ആഫ്റ്റർ മാത്ത് ഓഫ് ദ വാർ ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക്. ഫസ്റ്റ് വേൾഡ് വാർ 1918 എൻഡ് ചെയ്തു. ഇതിന് ശേഷം വേൾഡിൻ്റെ ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് റീച്ച് ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെയാണ് ഇമ്പാക്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഓവർ 10 മില്യൺസ് ഓഫ് പീപ്പിളിന് ജീവഹാനി സംഭവിക്കുകയും വാർലി ഇഞ്ചേർഡ് ആവുകയും ചെയ്തു. നെക്സ്റ്റ്, അവരുടെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ ഡിസ്ട്രോയ് ആയി. നെക്സ്റ്റ് ആണ് പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷനൊക്കെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. യൂറോപ്പിൻ്റെ മേലുണ്ടായിരുന്ന എക്കണോമിക് ഡൊമിനൻസ് ഡിമിനിഷ്ഡായി. ഏഷ്യയിലും ആഫ്രിക്കയിലും ലിബറേഷൻ മൂവ്മെൻറ്റ് സ്ട്രെങ്തൻഡ് ആയി. അടുത്ത പോയിൻ്റാണ് വേൾഡിൽ പീസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ലീഗ് ഓഫ് നേഷൻ ഫോം ചെയ്തു. നെക്സ്റ്റ് ആണ് പീസ് എഫേർട്സ്. 1919 പോസ്റ്റ് വാർ സിറ്റുവേഷനിൽ, അതായത് വാറിന് ശേഷം പാരീസിൽ വെച്ച് ഒരു പീസ് കോൺഫറൻസ് കൺവെൻറ്റ് ചെയ്തു. ഈ ഒരു കോൺഫറൻസ് വിന്നിങ് ആലീസ് ആയിട്ടുള്ള ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ലീഡർഷിപ്പിലായിരുന്നു നടന്നിരുന്നത്. അവർ ഡിഫീറ്റഡ് ആയിട്ടുള്ള നേഷൻസിനെ കൊണ്ട് ഡിഫറെൻറ്റ് ട്രീറ്റീസ് സൈൻ ചെയ്യിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 1919 വേഴ്സൈൽ ട്രീറ്റി സൈൻഡ് വിത്ത് ജർമ്മനി. ഈ ഒരു ട്രീറ്റി പ്രകാരം ജർമ്മൻ്റെ കോളനീസിനെ വിക്ടോറിയസ് പവേഴ്സിൻ്റെ, അതായത് ജയിച്ചവരുടെ ഇടയിലേക്ക് അവർ ഡിവൈഡ് ചെയ്തു. പിന്നെ യുദ്ധത്തിൻ്റെ നഷ്ടപരിഹാരമായിട്ട് ജർമ്മനിനെ കൊണ്ട് വലിയൊരു എമൗണ്ട് അവർ ഫോഴ്സ് ചെയ്ത് പേ ചെയ്യിപ്പിച്ചു. പിന്നെ ദ ആലീസ് ഒക്യുപ്പൈഡ് ദ റിച്ച് മൈൻഡ്സ് ഓഫ് ജർമ്മനി. ഇതിനെല്ലാം പുറമെ അവർ യുദ്ധത്തിൻ്റെ എല്ലാ ഗിൽട്ടും ജർമ്മനീൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചു. അവരെ നിരായുധരാക്കി, അതായത് ഡിസ്ആർമഡ് ആക്കി. അടുത്ത നമ്മൾ നോക്കുന്നതാണ് എക്കണോമിക് ഡിപ്രഷൻ. യൂറോപ്പിന് അവരുടെ ഫുൾ ഫണ്ടും വെച്ചിട്ടാണ് വാർ ചെയ്തത്. വാറിൽ അവരുടെ ഈ ഒരു വരുമാനം മൊത്തം അവർ ചെലവഴിച്ചു. പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അങ്ങനെയല്ലായിരുന്നു. അവർ പുതിയ പുതിയ വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യുകയും അത് യൂറോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് അവരൊരുപാട് വരുമാനം ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഈ ഒരു വാർ എഫക്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇത് യൂറോപ്യൻസിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു. അതായത് വാറിന് ശേഷം അവരുടെ റോഡൊന്ന് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിംഗ് ഒന്ന് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അവർക്ക് ഫണ്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ USA കയ്യിൽ നിന്ന്, അതായത് ആകെ പൈസയുള്ള USA കയ്യിൽ നിന്നും അവർ ലോണിന് അപേക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു സമയത്ത് ബ്രിട്ടീഷ് പൗണ്ട്സിനെക്കാട്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ അമേരിക്കൻ ഡോളറിന് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ത് ചെയ്തത്, ഒരു ന്യൂ എക്കണോമിക് പവറിനെ യൂറോപ്പിൻ്റെ പുറത്തു നിന്നും എമേർജ് ചെയ്തത്. പക്ഷേ ഈ ഒരു എക്കണോമിക് ഗ്രോത്ത് ഓഫ് USA അധികകാലം നീണ്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻസിന് അവരിവരുടെ കയ്യിൽ നിന്ന് ലോണ് വാങ്ങിയിട്ട് ഒരുപാട് ഫാക്ടറീസിലൊക്കെ കച്ചവടം നടത്തിയെങ്കിലും അവർക്കതൊന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല, സെയിൽ ചെയ്യാൻ പറ്റിയില്ല. അതായത് വാറിന് ശേഷം ആളുകളൊക്കെ ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നു. അവർക്ക് ഈ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഫുഡോ അല്ലെങ്കിൽ മെറ്റീരിയൽസോ വാങ്ങാനുള്ളൊരു ഫണ്ടൊന്നും ജനങ്ങളുടെ കയ്യിലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സാധനങ്ങൾ വിൽക്കാതെ ഇങ്ങനെ കൂട്ടിക്കിടക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ യൂറോപ്യൻസ് എടുത്ത ഈ ലോണ് അവർക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ അമേരിക്കക്കും ഒരു എക്കണോമിക് ക്രൈസിസ് വരികയാണ് 1929. ഈ ഒരു എക്കണോമിക് ക്രൈസിസ് USA ഈ ഒരു എക്കണോമിക് ക്രൈസിസിനെയാണ് എക്കണോമിക് ഡിപ്രഷനായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു എക്കണോമിക് ഡിപ്രഷൻ്റെ ഇമ്പാക്റ്റ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് പീപ്പിളൊക്കെ ഭയങ്കര പുവറാകാൻ തുടങ്ങി. കാരണം ഈ ഒരു വാറിന് ശേഷം അവരുടെ കയ്യിലൊന്നും പൈസ ഇല്ലാണ്ടായി. പിന്നെ അവരുടെ ഗുഡ്സൊക്കെ ഫാക്ടറിയിൽ അൺസോൾട്ടായിട്ട്, അതായത് വിറ്റ് പോകാണ്ട് ഇങ്ങനെ കെട്ടിക്കിടക്കാൻ തുടങ്ങി. പിന്നെ യൂറോപ്യൻ നാഷൻസ് USA ഡെപ്റ്റ് റീപേ ചെയ്യാൻ ഫെയിലായി. അവരുടെ ബാങ്ക് കൊളാപ്സ്ഡായി. ഇൻഫ്ലേഷൻ ബിക്കം അൺകൺട്രോളബിൾ. പിന്നെ അക്യൂട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി. ഈ ഒരു ക്രൈസിസൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ നാഷൻസ് കുറേ സ്ട്രാറ്റജീസ് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവർ കോളനീസിൻ്റെ മേലെ ഹെവി ടാക്സ് ഇമ്പോസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമ്പീരിയലിസ്റ്റിക് നേഷൻസിൻ്റെ എക്കണോമിക് ക്രൈസിസ് കോളനിക്ക് ഒരു ബേർഡനായിട്ട് മാറി. അടുത്ത നമ്മൾ നോക്കുന്നതാണ് ഫാസിസം ആൻഡ് നാസിസം.
ഫസ്റ്റ് വേൾഡ് വാർ 2 ആലീസിനെയും തകർത്തിരുന്നു. മെനി യൂറോപ്യൻ ഗവൺമെൻറ്റിന് അവരുടെ പവേഴ്സ് ലോസായി. പിന്നെ ആളുകളൊക്കെ ഭയങ്കര മിസറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ്, പോവേർട്ടി, പിന്നെ ഇൻഫ്ലേഷൻസ് ഒക്കെ ഈ ഒരു എൻഡർ സിസ്റ്റത്തിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റും പോവേർട്ടിയൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലും ബാധിച്ചിരുന്നത് തോറ്റ രാജ്യങ്ങൾക്കായിരുന്നു. അതായത് ഈ തോറ്റ നാഷൻസൊക്കെ അവരുടെ നാഷൻസിൻ്റെ ഭാഗങ്ങൾ ജയിച്ച നാഷൻസിന് വിട്ടുകൊടുത്തു. പിന്നെ അവർ വലിയ എമൗണ്ടൊക്കെ പേ ചെയ്യേണ്ട വന്നു. അങ്ങനെ ഇവർ ഭയങ്കരമായിട്ടുള്ള കഷ്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടുത്തെ ജനങ്ങൾ അവരുടെ ഗവൺമെൻറ്റിലും അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഒരു വിശ്വാസം വരാണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു സമയത്ത് ഈ ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു മിലിറ്ററി അവിടെ ഭരിക്കാൻ തുടങ്ങി. മിലിറ്ററി ഈ ഒരു നാഷൻസിനെ, ഈ ഒരു തോറ്റ നാഷൻസിനൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള സ്ട്രിക്റ്റ് പോളിസീസിലൊക്കെ നയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ 2 രാജ്യത്ത് നടന്ന മിലിറ്ററിൻ്റെ ഈ ഒരു ഭരണത്തെയാണ് ഫാസിസവും നാസിസവും. അപ്പം ഫാസിസത്തിൽ വരുന്നതാണ് ഇറ്റലി. നേരത്തെ ഞാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം 2ആയിട്ട് നമ്മൾ നേരത്തെ ട്രിപ്പിൾ അലയൻസും അതുപോലെ ട്രിപ്പിൾ എൻറ്റിറ്റി എന്നും പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിൾ അലയൻസിൽ വരുന്നതാണ് ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. അതുപോലെ ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ വരുന്നതാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. നമുക്കറിയാം ഫസ്റ്റ് വേൾഡ് വാറിൽ ജയിച്ചത് ട്രിപ്പിൾ എൻറ്റിറ്റിയാണ്. പക്ഷേങ്കിൽ ഈ ഒരു ഇറ്റലി എന്ന് പറയുന്നത് ട്രിപ്പിൾ അലൈസിലാണ് ഉള്ളതെങ്കിലും അവർ ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ വിന്നിങ് സമയത്ത് ഇറ്റലി എന്ത് ചെയ്തിരുന്നു, ട്രിപ്പിൾ അലയൻസിൽ നിന്നും ട്രിപ്പിൾ എൻറ്റിറ്റിയിലേക്ക് മാറിയിരുന്നു. അപ്പം ഇറ്റലിയും എന്താണ് ജയിച്ചവരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. ഇറ്റലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റലി പകുതിക്ക് വെച്ച് വന്നൊരു രാജ്യമാണ്. അതായത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ തുടക്കത്തിലൊക്കെ ഇറ്റലി ട്രിപ്പിൾ അലയൻസിൻ്റെയോടാണ്. അപ്പം ഒരു പകുതിയൊക്കെ ആയപ്പോഴാണ് ട്രിപ്പിൾ എൻറ്റിറ്റിയിലേക്ക് ഇറ്റലി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജയിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടതാണെങ്കിലും അവർക്ക് എന്ത് ചെയ്തിരുന്നില്ല, ഈ ജയിച്ചവർക്ക് കിട്ടിയ പോലത്തെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ പോലത്തെ കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടിയിരുന്നില്ല. അതായത് റഷ്യക്കും ഫ്രാൻസിനും ഇംഗ്ലണ്ടിനൊക്കെ കിട്ടിയ കാര്യങ്ങളൊന്നും ഇറ്റലിക്ക് കിട്ടിയിരുന്നില്ല. ജയിച്ച ടീം അവർ ഇംഗ്ലണ്ടും റഷ്യ, ഫ്രാൻസൊക്കെ അവർ കോളനീസൊക്കെ വിധിച്ചെടുത്തു. അവർ ഒന്നും തന്നെ ഇറ്റലിക്ക് വിട്ടുകൊടുത്തിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഇറ്റലിയിലെ ആളുകൾക്ക് കൂടുതലും സ്ട്രോങ് നാഷണൽ ഫീലിങ്സ് ഇല്ല. മിലിറ്ററിയിലുള്ള ആളുകൾക്കൊക്കെ ബാക്കി 3 നാഷൻസിനോടും ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അതായത് ഇവർ ജയിച്ച ടീമാണെങ്കിലും അവർക്ക് എന്ത് കിട്ടുന്നില്ല, മറ്റു നാഷൻസിന് കിട്ടുന്ന പോലത്തെ ആനുകൂല്യങ്ങൾ കിട്ടാത്തതിൻ്റെ ദേഷ്യം അവർക്കുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് അവിടെ അൺഎംപ്ലോയ്മെൻറ്റും പോവേർട്ടിയൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ ഈ ഒരു സമയത്ത് അവർ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു മിലിറ്ററി അവിടെ ഭരണം തുടങ്ങുകയും അവർ ഇറ്റലിയിൽ ഫാസിസം എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരികയും ചെയ്തു. ബെനീറ്റോ മുസോളിനി എന്ന് പറയുന്ന ഒരു പട്ടാളത്തിൻ്റെ മേധാവിയാണ് ഫാസിസം ഇറ്റലിയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു അവിടെയുള്ള ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു റൂളിംഗ് സിസ്റ്റമാണ് ഫാസിസം. ഫാസിസത്തിൻ്റെ ഒരു സ്വഭാവ വിശേഷണങ്ങളായിട്ട് വരുന്നതാണ് സാമ്പത്തിക നാശം, ശത്രുത, ലക്ഷ്യമില്ലായ്മ മുതലായവ ഫാസിസത്തിൻ്റെ സ്വഭാവ വിശേഷണങ്ങളായിരുന്നു. ഇതൊക്കെ അവരെ പവർ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു. ജർമ്മനിയിൽ സംഭവിച്ചതാണ് നാസിസം. ഇനി നമുക്ക് ഈ ഫാസിസം എന്നുള്ള ഭരണഘടനേൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നതാണ് ജനാധിപത്യത്തോടുള്ള അവരുടെ വിരോധം. നെക്സ്റ്റ് ആണ് ഗ്ലോറിഫൈങ് ദ നേഷൻ, അതായത് അവരുടെ നാഷനാണ് ഏറ്റവും നല്ല നാഷൻ എന്നുള്ള ഒരു ഗ്ലോറിഫിക്കേഷൻ. അടുത്തതാണ് ജസ്റ്റിഫൈങ് വാർ, അതായത് യുദ്ധത്തെ ന്യായീകരിക്കുക. അടുത്തത് ഡീഫൈങ് ദ പാസ്റ്റ്, ഭൂതകാലത്തെ ദൈവമാക്കുന്നു. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് അവിടെ ഒരു മിലിറ്ററി ലീഡർഷിപ്പാണ് ഉണ്ടാവുക, അതായത് ഡെമോക്രസിയിലുള്ള ലീഡർഷിപ്പല്ല ഉണ്ടാവുക, ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള ലീഡർഷിപ്പല്ല അവിടെ ഉണ്ടാവുക. പിന്നെ അവർ സോഷ്യലിസത്തിന് ഓപ്പോസിഷൻ ചെയ്തു. പിന്നെ ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസം, തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ, പിന്നെ കലാ, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലുള്ള ആശയപ്രചരണം. ലാസ്റ്റ് പറഞ്ഞാണ് രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. ഇതൊക്കെയാണ് ഫാസിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതോടുകൂടി നമുക്ക്
ഈ ഒരു പോർഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത പോർഷൻ എടുക്കാം.